നോക്കാനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ട സ്ഥലം ശിശുക്ഷേമ സമിതി. അവിടെയാണ് ഒരു കുഞ്ഞിന് സംരക്ഷിക്കേണ്ടവരിൽ നിന്ന് തന്നെ ക്രൂരമായ ഉപദ്രവം ഏൽക്കേണ്ടി വന്നത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തൈക്കാട് ഈ സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കെട്ടിടങ്ങളുമൊക്കെ. ഇവിടെയാണ് അമ്മത്തൊട്ടിൽ അടക്കമുള്ളവ പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെയാണ് 2.5 വയസ്സുകാരിയായ കുട്ടിക്ക് ആയയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായത്. ആയ കുട്ടിയെ ആക്രമിച്ചത്. കുട്ടിയുടെ ഗുഹ്യ ഭാഗത്ത് നീറ്റിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 2 ദിവസം മുൻപ് ശിശുക്ഷേമ സമിതി ജീവനക്കാർ തന്നെ കുട്ടിയുമായി തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അങ്ങനെയാണ് കുട്ടി ആയ ആക്രമിച്ചു, ആയ ഉപദ്രവിച്ചു, തന്നെ പിച്ചി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ബട്ടോക്സിലാണ് കുട്ടിക്ക് പിച്ചിയ പാടുകൾ പലയിടത്തായിട്ടുള്ളത്. കുളിപ്പിക്കുന്ന സമയത്തോ മറ്റോ നഖം കൊണ്ട് നുള്ളിയ പാട് ബട്ടക്സിൽ ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യം സംബന്ധിച്ച് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നിയമപരമായ നടപടി സ്വീകരിച്ചു. ആവർത്തിക്കാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല, ഇവിടെ ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതോ മറച്ചു വയ്ക്കപ്പെടേണ്ടതോ അല്ല എന്ന സമിതിയുടെ ശക്തമായ നിലപാട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായ നടപടിയിലേക്ക് പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ശിശുക്ഷേമ സമിതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത 3 ആയമാരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഈ 3 പേരിൽ അജിതയാണ് ഈ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിത കുട്ടിയെ 2 ഭാഗത്ത് നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. നഖം കൊണ്ട് ജനേന്ദ്രിയത്തിലും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ പിറകു ഭാഗത്തും മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 പ്രതികളും ഈ വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്നുള്ള അതിഗുരുതരമായ ഒരു കുറ്റമാണ് ഈ 2 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. വകുപ്പുകളും അതോടൊപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുമാണ് ഈ 3 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പ്രാഥമികമായി തന്നെ നടന്നു. അതിനുശേഷം 3 പേരെയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് വിശദമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. അതിന് CWCയിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമായിരിക്കും പോലീസ് നടത്തുക. ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്യും. ഒപ്പം വലിയൊരു ആരോപണം അല്ലെങ്കിൽ വലിയൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ഉയരുന്നത് ഈ പുറത്തറിഞ്ഞ ഈ വിഷയത്തിന് അപ്പുറത്തേക്ക് മറ്റു കുട്ടികൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പീഡനങ്ങൾ, ക്രൂരത ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നൊരു സംശയവും ആ ഒരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അതിന് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടക്കും. അതോടൊപ്പം തന്നെ CWCയുടെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രാഥമികമായി ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ കുഞ്ഞിൻ്റെ 2 ഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചു. ജനേന്ദ്രിയത്തിലും അതോടൊപ്പം തന്നെ പിറകുവശത്തും നഖം കൊണ്ട് മുറിച്ചു. അതിൽ അജിതയാണ് ഈ മുറിവേൽപ്പിച്ചത്. മറ്റ് 2 പേരും ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടും ദിവസങ്ങളോളം അത് മറച്ചുവെച്ചു. അതിനുശേഷം കുഞ്ഞുങ്ങൾ മറ്റ് ആയമാരോട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോഴാണ് ഈ കാര്യങ്ങൾ തന്നെ പുറത്ത് അറിയുന്നത്. വിശദമായ വൈദ്യപരിശോധനകൾക്കൊടുവിൽ അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ. 3 പേരെയും ഒന്നിച്ചിരുത്തിയും അതോടൊപ്പം തന്നെ ഓരോരുത്തരെയും വെവ്വേറെ ഇരുത്തിയും ചോദ്യം ചെയ്യൽ നടത്തി. ഇനി ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമാകുകയുള്ളൂ. ഗോകുൽനാഥിനും ക്യാമറമാൻമാരായ രാകേഷിനും നല്ലൈമുരുകനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.